പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ തെർമോസ്റ്റാറ്റ് എങ്ങനെ കണക്ഷൻ കൊടുക്കാം, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് മോഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ടെമ്പറേച്ചർ കൺട്രോളർ ഡിവൈസാണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ W1209 എന്നാണ്. ഇതിന് 2 പവർ സപ്ലൈ കൊടുക്കാനുള്ള പോർട്ടുകളുണ്ട്. ആദ്യത്തേത് നെഗറ്റീവും രണ്ടാമത്തേത് പോസിറ്റീവും. പിന്നെ K1 K0 എന്നുള്ള 2 പോർട്ടുകളുണ്ട്. ഇത് റിലേഡ് ഔട്ട്പുട്ടാണ്. ജസ്റ്റ് ഒരു സ്വിച്ച് പോലെയാണ് വർക്കാകുന്നത്. അപ്പോൾ നിങ്ങളെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹീറ്റർ കൊടുക്കാൻ അല്ലെങ്കിൽ ബൾബ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഫേസ് ഇവിടെ കൊണ്ട് കൊടുക്കുക. അതിനുശേഷം ഔട്ട്പുട്ട് ഈ രണ്ടാമത്തെ ഇവിടുന്ന് ഫേസ് ഔട്ട് എടുക്കുക. അതിനുശേഷം ബൾബിൽ കൊടുക്കുക. ബൾബിൻ്റെ അടുത്ത പിന്നെ ന്യൂട്രൽ കൊടുക്കുക. ഒരു ബൾബ് സ്വിച്ച് ഒക്കെ ആയിട്ട് എങ്ങനെയാണോ കണക്ട് ചെയ്യേണ്ടത് ആ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ 3 ബട്ടണുകൾ കാണാവുന്നതാണ്. സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാൻ പോസിറ്റീവ്, അതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യാൻ നെഗറ്റീവും എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതിന് വേണ്ട പവർ സപ്ലൈ എടുക്കുമ്പോൾ 12 വോൾട്ടിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള പവർ സപ്ലൈ നോക്കിയെടുക്കുക. SMPS എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാനിവിടെ ഇതിന് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ സെൻസറിൽ പിടിക്കുമ്പോഴേക്കും ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ആദ്യത്തെ ബട്ടണിൽ ഒരു പ്രാവശ്യം ഞെക്കുക. ഇപ്പം ഇതിൽ സെറ്റായിരിക്കുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി നമ്മൾക്കത് കുറച്ച് കൊണ്ടുവരാം. അമർത്തി പിടിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ അത് പെട്ടെന്നായിക്കോളും. നമുക്ക് ഇതൊരു 35 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും 33.9 ഉണ്ട്. ഇത് ഓണായിരിക്കുകയാണ് ഇപ്പം. അതായത് ഇപ്പം നമ്മൾ ഹീറ്ററിൻ്റെ ഉള്ളിലിരിക്കുന്ന കോയിലിലോട്ട് സപ്ലൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ ഹീറ്റ് ആകുന്നുണ്ട്. എപ്പോഴാണ് 35 ഡിഗ്രി റീച്ച് ആകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബൾബ് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ട വെച്ചതോ അല്ലെങ്കിൽ ഉണങ്ങാൻ കൊപ്പറയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചതാണെങ്കിൽ ആ ചേമ്പറിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇത് 34.9 ആയിട്ടുണ്ട്. 0.8 ആയിട്ടുണ്ട്. ഇപ്പോഴിത് ഓൺ ആകേണ്ടതാണ്. ഇത് കുറച്ച് നമ്മൾ സെറ്റിങ്സൊക്കെ ഇതിൻ്റെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സെറ്റ് ബട്ടണിൽ അമർത്തി പിടിക്കുക. ഇപ്പോഴിവിടെ P0 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് ഉപയോഗിച്ച് P8 വരെയുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം. P0 P1 P0 നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. ഇവിടെ P0 സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഹീറ്റാണ്. ഹീറ്റ് മോഡും ഉണ്ട്, അതേപോലെ തന്നെ കൂൾ മോഡുണ്ട്. ഹീറ്റും കൂളും ഇത് നേരെ റിവേഴ്സ് വർക്കാവും എന്നേ ഉള്ളൂ. കൂളാകേണ്ടതാണെങ്കിൽ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഹീറ്റ് ആകേണ്ടതാണെങ്കിൽ നമുക്ക് ഹീറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഹീറ്റാണ് വേണ്ടത്. അപ്പോൾ ഹീറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെറ്റ് ബട്ടൺ അമർത്തി കൊടുക്കുന്നു. P0 നമ്മൾ സെറ്റ് ചെയ്തു ഹീറ്റിലോട്ട്. ഇനി P1 എന്താണെന്ന് നോക്കാം. P1 ഇവിടെ 2 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹിസ്റ്ററിസിസ് ആണ്. അതായത് നമുക്കൊരു ടോളറൻസ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ മുമ്പേ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ നമ്മൾ ആ ടെമ്പറേച്ചറിൻ്റെ താഴേക്ക് വന്നപ്പോഴേക്കും അത് ഓണാകാത്തതിൻ്റെ കാര്യം ഇത് 2-ലിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കുമ്പം നിങ്ങളിത് 0.1 കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇത് 0.1 കൊണ്ടുവയ്ക്കുക. നിങ്ങൾ ഡ്രയറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 ഡിഗ്രി 2 ഡിഗ്രി അങ്ങനെ കുറച്ച് കൂട്ടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ 0.1 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം സെറ്റ് കൊടുക്കാം. ഇതിങ്ങനെ മാറത്തില്ല. ഇത് തന്നെ അങ്ങ് മാറിക്കോളും ഇതിൻ്റെ മോഡ്. നമുക്കിനി നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ നോക്കാം. ഇപ്പോഴിവിടെ 33.2 കാണിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും സെൻസർ ഒന്ന് കയ്യിൽ പിടിച്ച് നോക്കാം. ആയപ്പോൾ ബൾബ് ഓഫ്, അതായത് കട്ട് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. മുമ്പേ നമ്മൾ 35 താഴോട്ട് വന്നപ്പോഴേക്കും ഓൺ ആയിട്ടില്ലായിരുന്നു. അതായത് നമ്മളിപ്പോൾ 0.1 ആണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് 34.9 വന്നപ്പോഴേക്കും ഇത് ഓൺ ആയിട്ടുണ്ട്. ഇൻക്യുബേറ്റർ ആണെങ്കിൽ മാത്രം നിങ്ങൾ 0.1 കൊടുത്താൽ മതി. അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം ഞാൻ പറയുമല്ലോ തേങ്ങ ഉണക്കാൻ, ജാതിക്കയൊക്കെ ഉണക്കാനാണെങ്കിൽ 1 ഡിഗ്രി കൊടുക്കുക.
ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 0.1 കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അതായത് നമുക്ക് അത്ര അക്യുറൻസി വേണ്ട സ്ഥലത്ത് മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചേംബർ ഫുള്ളി ഇൻസുലേറ്റഡ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ പെട്ടെന്ന് റെഡ്യൂസ് ആകും. അങ്ങനെ ഇത് എപ്പോഴും ഇത് ടോഗിൾ ആയിക്കൊണ്ടിരിക്കും, ഓണാവും ഓഫാവും അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ബോക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തെർമൽ ഇൻസുലേറ്ററൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കുക. ഇവിടെ 0.1 എന്ന് കൊടുക്കുക. മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണക്കാനാണെങ്കിൽ 1 ഡിഗ്രി അല്ലെങ്കിൽ 2 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. P1 പോവാം. 0.1 എന്നുള്ളത് നമുക്ക് 1 ഡിഗ്രിയിലോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1 ഡിഗ്രി കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. P1 ആയി. ഇനി P2 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്. ഇത് സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് നമ്മുടെ ടെമ്പറേച്ചർ ഇവിടെ റീച്ച് ആകുന്നത് ആ സമയത്ത് അത് ആയിക്കോളും. വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ എത്രയാണോ നമ്മുടെ ഇപ്പോൾ ഡ്രയറിനൊക്കെ ആണെങ്കിൽ 70 ഡിഗ്രി വരുവാണെങ്കിൽ ഇതൊരു 80 സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്യണം എന്നില്ല, വേണമെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു അപ്പർ ലിമിറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഞാനൊരു 81 വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ. ഇനി P3 നോക്കാം. P3 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റാണ്. -50 തൊട്ട് +110 വരെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള റേഞ്ച് വരുന്നത്. ഇത് നമ്മൾക്കൊരു നമ്മൾ എത്രയാണോ സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു 10 ഡിഗ്രി കുറച്ച് വെക്കുക. നമ്മളിപ്പോൾ ഒരു 33 ഇരിക്കുന്നത്, നമ്മൾക്കിത് ഒരു 23 +23 സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യണം എന്നില്ല, സെറ്റ് ചെയ്തില്ലെങ്കിലും ഇത് പ്രോപ്പറായിട്ട് വർക്കാകും. ഇത് ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി. അത് കുറച്ച് ഡിലേ താമസം ഉണ്ടാവും. P3 നമ്മൾ സെറ്റ് ചെയ്തു. ഇനി P4 എന്ന് പറയുന്നതിനെ ഇതിൻ്റെ എറർ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾക്ക് എറർ വരുന്ന എത്ര ടെമ്പറേച്ചറാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ കേബിൾ, ഈ സെൻസർ ഒരു കാരണവശാലും നിങ്ങൾ കട്ട് ചെയ്ത് ജോയിൻ ചെയ്യരുത്. എറർ വരുന്ന എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടയിൽ പോയിട്ട് തെർമോമീറ്റർ, ബാറ്ററി ഇടുന്ന ചെറിയ തെർമോമീറ്റർ ഉണ്ട്, 100 രൂപയ്ക്ക് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചേമ്പറിനുള്ള ടെമ്പറേച്ചർ നോക്കുക, ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ നോക്കുക, അതിൻ്റെ ഡിഫറൻസ് P4 എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. P5 നമ്മൾക്ക് നോക്കാം. P5 എന്ന് പറയുന്നത് ഡിലേ സ്റ്റാർട്ടാണ്. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്താൽ മതി. P5 ഡിലേ സ്റ്റാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ബൾബ് ഓണായി, പിന്നെ ടെമ്പറേച്ചർ റീച്ച് ആയപ്പം പിന്നെ ഓഫായി, പിന്നെ അടുത്ത സൈക്കിള്, അതിൻ്റെ ഒരു സൈക്കിളുണ്ട് സ്ക്വയർ പോലെ, ആ സൈക്കിൾ സെറ്റ് നമ്മൾക്ക് എത്ര സമയം ഡിലേ ആയിക്കൊണ്ടിരിക്കണം എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് P5. അത് സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് P6 നോക്കാം. ഇത് ഹൈ ടെമ്പറേച്ചർ അലാറമാണ്. ഇതിൽ സൗണ്ടൊന്നും വരത്തില്ല, സൗണ്ട് ബസറൊന്നും കണക്ട് ചെയ്യാനുള്ള കണക്ടിവിറ്റി ഇല്ല. ഇതിൽ ഈ LED ബ്ലിങ്ക് ആയിക്കൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, വേണമെങ്കിൽ ഓഫ് ആക്കാം. ഇത് ഓഫ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓൺ ആക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇനി P7 എന്താണെന്ന് നോക്കാം. മാക്സിമം ടെമ്പറേച്ചർ ഡിസ്കണക്റ്റ് ആണത്. ഇത് മാക്സിമം ടെമ്പറേച്ചർ എത്ര വരുമോ ആ സമയത്ത് ഇത് മൊത്തത്തിൽ റിലേ ഓഫായി മൊത്തത്തിൽ ഡിസ്കണക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ടെമ്പറേച്ചർ റേഞ്ചിനേക്കാളും ഒരു 15 ഡിഗ്രി കൂടുതൽ അങ്ങ് വയ്ക്കുക. നിങ്ങൾക്ക് 80 ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു 100 115 അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതൊന്നും കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ P0 ഇതിങ്ങനെ എറർ വരുന്നത് ഇതുണ്ടോ, ഇപ്പം H എന്ന് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ L എന്നൊക്കെ വന്നുകൊണ്ടിരിക്കും. അതങ്ങനെ വരാൻ കാരണം അത് നമുക്കിത് മാറ്റാൻ വേണ്ടി P2 വരാം. അപ്പർ ലിമിറ്റ് നമുക്ക് മാറ്റിയാൽ മതി, അത് മാറിക്കോളും. അപ്പർ ലിമിറ്റ്
ഇവിടെ മാക്സിമം സെറ്റ് ചെയ്യുക. നമ്മളത് നോക്കാതെ ഇതിൽ അമർത്തി പിടിച്ച കാരണമാണ് അത് റീഡിങ് കണ്ടമാനം കയറിപ്പോയത്. അപ്പർ ലിമിറ്റ് നമ്മളിപ്പം മാക്സിമം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി P7 വന്ന് നോക്കാം. P7 ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് 85ൻ്റെ മുകളിലോട്ട് പോയതുകൊണ്ടാണ്, 85 ആണ് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എറർ വന്നത്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ ഡിസ്കണക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന ആ ടെമ്പറേച്ചർ എത്രയാണോ അതിൻ്റെ ഏകദേശം ഒരു അടുത്ത് കൊണ്ടുവരിക. നമുക്കിവിടെ ഒരു 110 ഇപ്പം അപ്പറിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 100ലോട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നിങ്ങൾ ഇതാണ് ഇതിൻ്റെ കാര്യം, അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി P8 ആണ്. P8 മൊത്തത്തിൽ റീസെറ്റ് ആകാനാണ്. റീസെറ്റ് ചെയ്യാൻ വേണ്ടി P8 എടുത്ത് ഞാനിപ്പോൾ റീസെറ്റ് ചെയ്യുന്നില്ല. P8 സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് അമർത്തി കൊടുക്കുക. ഇതിത്ര മാത്രമേ ഉള്ളൂ ഇത് സെറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പം 33.4 സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴുള്ള ടെമ്പറേച്ചർ 32.4. ഇതിപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നുണ്ട്. നിങ്ങൾ P0യും P1ഉം നോക്കുക എപ്പോഴും. P1 എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. അതായത് എന്തെങ്കിലും ഡ്രയറായിട്ട് ഉപയോഗിക്കുകയാണ് 1 ഡിഗ്രി വയ്ക്കുക. അത് 0.1 നിങ്ങൾ ഇൻക്യുബേറ്റർ ആണെങ്കിൽ 0.1 ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഇതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ റിലേ ആണ്. ഇതിൽ ഒരു 300 വാട്ട്സിൽ മുകളിലോട്ട് നിങ്ങൾ ഇത് എടുക്കാൻ പാടില്ല. ഒരു 100 വാട്ടിൻ്റെ ബൾബിൽ കൂടുതൽ ഇതിൽ കണക്ട് ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഈ രീതിയിലുള്ള നിങ്ങൾക്ക് വലിയ കോയിലുകൾ ലാമ്പുകളൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എണ്ണത്തിൽ കൂടുതലുള്ള ലോഡുകൾ ബൾബുകൾ ഒരു 5 ബൾബൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വലിയ റിലേ ഉപയോഗിക്കുക. അത് ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് എടുത്തിട്ട് ഇവിടുന്ന് പവർ സപ്ലൈ ലൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ രീതിയിലുള്ള നല്ല ഹയർ കറണ്ട് റേറ്റിംഗ് ഉള്ള റിലേകൾ എടുക്കുക. ഈ രീതിയിലുള്ള റിലേ അല്ലെങ്കിൽ AC റിലേ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് DC റിലേ ആണ്, ഇത് AC റിലേ ആണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നല്ല ലോഡുള്ള സംഭവങ്ങളും, അതായത് 3 ബൾബിൽ കൂടുതൽ നിങ്ങൾക്ക് വയ്ക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ റിലേയിൽ ഉപയോഗിക്കരുത്. ഇത് ഏത് സമയം ഓൺ ഓഫ് ആകുന്ന കാരണം അതിൻ്റെ കോണ്ടാക്റ്റ് സ്പാർക്ക് വന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ഡാമേജ് ആവും. പിന്നെ ഇത് മൊത്തത്തിൽ മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു 300 വാട്ട്സിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും വേറെ ഒരു നല്ല ലോഡിംഗ് കപ്പാസിറ്റി ഉള്ള റിലേ കൊടുത്തതിന് ശേഷം കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.